ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പല ഉദ്ദേശിച്ച കാര്യങ്ങളും നടന്നില്ല എന്നൊക്കെയായിരുന്നു ഓൺലൈനിലും പല സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ പ്രതിപക്ഷത്തിൻ്റെ പല ആളുകളുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ദിരാഗാന്ധി നേരത്തെ പാകിസ്ഥാനെ രണ്ടാക്കി, ഇപ്പോൾ നരേന്ദ്രമോദിക്ക് രണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള ആരോപണം. ഇത് ശരിക്കും ചരിത്രത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, യുദ്ധം, ഇതേ പറ്റിയിട്ടൊന്നും വ്യക്തമായ ധാരണയില്ലാത്ത ആളുകളാണ് ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാനിത് കണ്ടിരുന്നു. ചില ഈ അടുത്തിടയ്ക്ക് BJP വിട്ടുപോയ ചില രാഷ്ട്രീയക്കാർ, അങ്ങനെ അവർ നിയോ കൺവേർട്ടുകൾ, അത്തരം ആളുകളൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ശശി തരൂർ അത് കൃത്യമായി പറഞ്ഞിരുന്നു. 1971-ലെയും 2025-ലെയും ലോകരാഷ്ട്രങ്ങളുടെ സ്ഥിതി ഒന്നല്ല. ഒന്ന്, 1971-ൽ പാകിസ്ഥാൻ ഒരു ആണവായുധ ശക്തി ആയിരുന്നില്ല. 2, 3, 1971-ൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ പരസ്പരം സഹായിക്കാം എന്നൊരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, പാകദീന കാശ്മീർ പിടിച്ചെടുക്കുന്നതിൽ ഇന്ത്യക്ക് പൂർണ്ണമായും സപ്പോർട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ USSRൻ്റെ പ്രസിഡൻറ്റ് ഒരു ഫാക്സ് അയച്ചിരുന്നു എന്ന കാര്യവും കുറച്ച് നാൾ മുമ്പ് വെളിയിൽ വന്നിരുന്നു. അപ്പം ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ 1971-ൽ ഇന്ത്യക്ക് വളരെ അനുകൂലമായൊരു സാഹചര്യമായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ പാകിസ്ഥാന് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇന്ത്യക്ക് 2 പോർമുഖങ്ങൾ തുറക്കേണ്ടി വന്നു എന്നാണ്. സത്യത്തിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ പാകിസ്ഥാനായിരുന്നു അവസരത്തിൽ ക്ഷീണിച്ചിരുന്നത്. കാരണം മുക്തിബാഹിനിയും ഒരു വശത്തും, മറുവശത്ത് ഇന്ത്യൻ സൈന്യവും, മുക്തിബാഹിനിയെ സഹായിക്കാൻ ഇന്ത്യൻ സൈന്യവും കൂടി ഉണ്ടായിരുന്നു. രണ്ട് സ്ഥലത്തുള്ള പോർമുഖങ്ങൾ പാകിസ്ഥാന് തുറക്കേണ്ടി വന്നിരുന്നു 1971-ൽ. 2025-ലേക്ക് വരികയാണ്. അതുമാത്രമല്ല, 1971-ലെ ഇന്ത്യ ഒരു സാമ്പത്തികമായി വലിയ വളർച്ചയൊന്നുമില്ലാത്ത ഒരു വലിയ സാമ്പത്തിക ശക്തിയൊന്നും ആയിരുന്നില്ല. 2025-ലേക്ക് വരുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാന ലക്ഷ്യം നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക വളർച്ച, അതിൻ്റെ പുരോഗതി, ഇതൊക്കെ നിലനിർത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. 2, തീവ്രവാദികൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുക. 3, ഇനി അങ്ങോട്ടുള്ള കാലം എന്താണ് തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാട് എന്ന് വ്യക്തമായ സൂചന കൊടുക്കുക. ഇങ്ങനെ ചില കാര്യങ്ങളാണ് ഇത്തവണ ഈ 2025-ലെ പാകിസ്ഥാനിലെ ആക്രമിക്കുമ്പോൾ ഇന്ത്യക്ക് മുമ്പിലുണ്ടായിരുന്നത്. 1971-ൽ സ്ഥിതിഗതികൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കൃത്യമായ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ, പാകിസ്ഥാൻ ബംഗ്ലാദേശ്, അതായത് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽ അവിടെ വളർന്നു വന്ന സ്വാതന്ത്ര്യ സമരത്തിനെതിരെ അവർ അതിശക്തമായ ആക്രമണം തുടങ്ങിയുണ്ടായി. ആ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടി എന്ന് പറയാവുന്ന അത്ര തന്നെ, 1 കോടിക്ക് മുകളിൽ അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. അത് ഇന്ത്യക്ക് മേൽ കൊണ്ടുവന്ന ഒരു വലിയൊരു സമ്മർദ്ദമായിരുന്നു. ആ സമ്മർദ്ദത്തിൽ ഇന്ത്യ പാശ്ചാത്യ ശക്തികളെയും അമേരിക്ക തുടങ്ങിയ ശക്തികളോടൊക്കെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നൊക്കെ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞെങ്കിലും ആരും അന്ന് ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ തയ്യാറായിരുന്നില്ല. ആ സമയത്ത് ഇന്ദിരാഗാന്ധി മനേക് ഷായോട് ഇന്ത്യക്ക് പാകിസ്ഥാനെ ആക്രമിക്കാമോ എന്ന് ചോദിക്കുകയും അന്ന് മനേക് ഷാ പറ്റില്ല, സൈന്യത്തിൽ തയ്യാറാവണം എന്ന് പറയുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് ഏപ്രിലാണ്, 1971 ഏപ്രിൽ. അതിനുശേഷം ഓഗസ്റ്റിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുമായിട്ട് പരസ്പരം സഹായിക്കാം എന്നൊരു കരാറിൽ ഒപ്പുകയുണ്ടായി. 1971 ഡിസംബർ മാസത്തിൽ പാകിസ്ഥാൻ ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ തുടങ്ങുകയും നമ്മുടെ എയർബേസുകൾ ആക്രമിക്കുകയും ചെയ്തു. അതായത് ഇന്ത്യ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് അവർ ചെയ്തത്. ഈ അവസരത്തിൽ ഇന്ത്യക്ക് വേറൊരു മാർഗവുമില്ലായിരുന്നു യുദ്ധം പ്രഖ്യാപിക്കുകയല്ലാതെ. യുദ്ധം തുടങ്ങിയതിന് ശേഷവും 2 സ്ഥലങ്ങളിലായിരുന്നു യുദ്ധം നടക്കുന്നത്. ഒന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗ്ലാദേശ്, അത് മുക്തിബാഹിനിയുമായി ചേർന്നിട്ട്, മറുവശത്ത് ഇവിടെയും. അന്ന് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് കുറേ പാകിസ്ഥാൻ ആർമി, നമ്മുടെ സൈന്യം അതിശക്തമായി ആക്രമിക്കുകയും ശരിക്കും സൈന്യത്തിൻ്റെ നേതൃശക്തിയും എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും പാകിസ്ഥാനെ മിക്കയിടങ്ങളിലും പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലൊക്കെ ഏകദേശം 13,000-ലേറെ സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യൻ പട്ടാളം പിടിച്ചെടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ നമുക്ക് ചില ഭൂമി പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു, പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ഏകദേശം ഈ ഒരു സമയത്ത് കൂടിയിട്ട് 93,000 പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയുടെ മുമ്പിൽ കീഴടങ്ങുകയും 54ഓളം ഇന്ത്യൻ സൈനികർ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലാകുകയും ചെയ്തു. ഈ ഒരു അവസരത്തിലാണ് ആ സമയത്ത് പലരും പറയുകയുണ്ടായി, അന്ന് ഇന്ദിരാഗാന്ധിയോട് വെടിനിർത്താൻ പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി കേട്ടില്ല എന്ന്.
അതിൻ്റെ കാരണം അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാനുള്ള യാതൊരു അവസ്ഥയിലും ആയിരുന്നില്ല ഇന്ത്യ. കാരണം ഈ ഇന്ത്യക്ക് നേരെ വരുന്ന ഏതൊരു ആക്രമണവും സോവിയറ്റ് യൂണിയൻ തടുക്കും എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത്തരം സമ്മർദ്ദങ്ങൾ സോവിയറ്റ് യൂണിയൻ അത് മാത്രമല്ല അമേരിക്ക പറയുന്നത് കേട്ട് നിൽക്കാൻ അന്ന് പറ്റില്ലല്ലോ. കാര്യം സോവിയറ്റ് യൂണിയൻ്റെ സൈഡിലല്ലേ ഇന്ത്യ നിൽക്കുന്നത്. അതെ സോവിയറ്റ് യൂണിയൻ നിരുപാധിക പിന്തുണയായിരുന്നു ഇന്ത്യക്ക് യുദ്ധത്തിൽ കൊടുത്തിരുന്നത്. അതായിരുന്നല്ലോ പറഞ്ഞത്, ഇന്ത്യയോട് ഇവിടെ നിർത്താതെ പാക് അധീന കാശ്മീർ കൂടി കൈയടക്കൂ എന്നായിരുന്നു സോവിയറ്റ് യൂണിയൻ ഇന്ദിരാഗാന്ധിക്ക് ഫാക്സ് സന്ദേശം അയച്ചത്. സർവ്വ പിന്തുണയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി അതിന് തയ്യാറായില്ല. പാക് അധീന കാശ്മീർ എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി അന്ന് പിടിച്ചെടുത്തില്ല എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. കാരണം സോവിയറ്റ് യൂണിയൻ സഹായിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരു കരാർ ഒപ്പിടുന്നതിലേക്ക് ഇന്ത്യ പോവുകയും അവിടെ നിന്ന് സംഭവിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. 1972 പാകിസ്ഥാനുമായി ഇന്ത്യ കരാർ ഒപ്പിട്ടു, ഷിംല കരാർ. ഈ കരാർ പ്രകാരം സത്യത്തിൽ ഇന്ത്യക്ക് യാതൊരു നേട്ടവും ഈ കരാറിൽ നിന്നും ഉണ്ടായില്ല. ഇന്ത്യ പിടിച്ചു വെച്ച പാകിസ്ഥാൻ സൈന്യത്തെ വിട്ടുകൊടുത്തു. ഇന്ത്യ 13,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി പിടിച്ചെടുത്തത് വിട്ടുകൊടുത്തു. പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 54 ഇന്ത്യൻ സൈനികർക്ക് അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവരെക്കുറിച്ചിട്ട് യാതൊരു വിവരവും ഈ 1972 ശേഷം ആരും അറിഞ്ഞിട്ടില്ല. പലരും അവരെ പാകിസ്ഥാൻ ജയിലുകളിൽ കണ്ടു എന്ന റിപ്പോർട്ടുകൾ പലതും വെളിയിൽ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അതായത് അവരൊക്കെ പാകിസ്ഥാൻ ജയിലുകളിൽ നിറയിച്ച് മരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അതേപോലെ തന്നെ പാകിസ്ഥാൻ അന്ന് പിടിച്ചെടുത്ത ഇന്ത്യയുടെ ജമ്മുവിലെ കുറച്ച് പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങൾ പാകിസ്ഥാൻ തരികയും ചെയ്തില്ല. ചുരുക്കത്തിൽ 1971 സൈന്യം നേടിയ വലിയൊരു വിജയം ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് അതിനെ ഹാൻഡിൽ ചെയ്യാനും അത് ഒരു രാഷ്ട്രീയ വിജയമാക്കി മാറ്റുക, അതായത് പാക് അധീന കാശ്മീർ തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ നിയന്ത്രണ രേഖയിൽ മാറ്റങ്ങൾ വരുത്തുക, ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി, പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനിയും ഈ 2025 കേസിലേക്ക് വന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സാഹചര്യമാണെന്ന്. ഇന്ന് ഈ 2025 ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുമ്പോൾ ഇന്ത്യക്ക് യാതൊരു സഖ്യകക്ഷിയും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ മാത്രം തീരുമാനത്തിലായിരുന്നു. 2, പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ശക്തിയാണ്. പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി, ചൈന അങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളുമുണ്ട്. ഈ അവസരത്തിൽ ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടേത് മാത്രമാണ്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരൊറ്റ വിദേശ രാജ്യങ്ങളും, അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ അടക്കമുള്ള ഒരു വിദേശ രാജ്യങ്ങളോ വിദേശ ശക്തികളോ ഇന്ത്യ ചെയ്തത് ശരിയായില്ലെന്നോ, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ എന്തെങ്കിലും രീതിയിലുള്ള ഉപരോധമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുമോ എന്നും അത്തരത്തിലുള്ള യാതൊരു സമീപനവും മറ്റ് രാജ്യങ്ങളിൽ നിന്നുണ്ടായില്ല. മാത്രവുമല്ല, അവരൊക്കെ ഇന്ത്യയോട് പറഞ്ഞത് പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള അർഹത നിങ്ങൾക്കുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ച് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അത് കൃത്യമായി പറഞ്ഞാണ്. ഇന്ത്യക്ക് അത് തങ്ങൾ നേരിട്ട ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട്, ഇന്ത്യ അത് ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരുന്നു വിദേശ മാധ്യമങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ ഇന്ത്യയോട് ഈ കാര്യത്തിൽ പെരുമാറിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു രണ്ട് കാര്യങ്ങളെ, രണ്ട് കാലഘട്ടത്തെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം 1971 യുദ്ധത്തിന് ശേഷം ഇന്ത്യ സാമ്പത്തികമായി തകരുകയുണ്ടായി. അടുത്ത 2 വർഷത്തിൽ ഇന്ത്യയുടെ GDP കൂപ്പുകുത്തി. 5.6 GDP ഉണ്ടായിരുന്ന 1970 ഉണ്ടായിരുന്ന ഇന്ത്യ തൊട്ടടുത്ത വർഷം 1971 ഇന്ത്യയുടെ GDP 1.64 ആവുകയും 72 -0.56 ആയി മാറുകയും ചെയ്തു ഇന്ത്യയുടെ GDP. ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. ഇതോടുകൂടിയിട്ട് 72 ഈ രീതിയിൽ നമ്മുടെ സാമ്പത്തിക ശേഷി കുപ്പുകുത്തിയോടുകൂടിയിട്ട് ഇൻഫ്ലേഷൻ, വർദ്ധിച്ച ടാക്സ്, അതുമാത്രമല്ല ഇന്ദിരാഗാന്ധി ഉടൻ തന്നെ അവരുടെ ദേശവൽക്കരണം ഗംഭീരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുകയും അതൊക്കെ നാഷണലൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ എതിർപ്പ് രൂക്ഷമാവുന്നു, മിസ കൊണ്ടുവരുന്നു, അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു. ചുരുക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 1971 യുദ്ധത്തിന് ഇന്ത്യൻ പട്ടാളം ഇന്ന് വരെ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിരുന്നു ഇന്ത്യൻ പട്ടാളവും ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ പാകിസ്ഥാൻ മേൽ നേടിയത്. പാകിസ്ഥാനെ പിളർത്തി, ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു. അങ്ങനെ ഒരു വലിയ വിജയത്തിന് ശേഷം ഇതിൻ്റെ അന്തിമ ഫലം നമ്മൾ എടുക്കുമ്പോൾ 3500 പട്ടാളക്കാർ മരിച്ചു. ഏകദേശം വലിയൊരു തുക
നമ്മുടെ സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വന്നു. അതിനുശേഷം രാജ്യം കടുത്ത പട്ടിണിയിലേക്കും അസംതൃപ്തിയിലേക്കും പിന്നെ അടിയന്തരാവസ്ഥയിലേക്കും കൂപ്പൂത്തി എന്നായിരുന്നു 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ അനന്തരഫലം. 2025 കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നേടിക്കൊണ്ടായി. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിനും ഇനി അങ്ങോട്ട് പാകിസ്ഥാൻ്റെ മേൽ 2 രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇന്ത്യക്ക് ചെലുത്താൻ പറ്റുന്നത്. ഒന്ന്, സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി. അതായത് ഏത് നിമിഷവും പാകിസ്ഥാന് മേൽ ഈ ഒരു കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റും. കാരണം പാകിസ്ഥാൻ്റെ കൃഷി, പാകിസ്ഥാനിലെ ജലസേചനം, സർവ്വ കാര്യങ്ങളും സിന്ധു നദിയിലെ വെള്ളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇനി വരുന്ന സമയങ്ങളിൽ നെഗോഷിയേഷന് വേണ്ടിയിട്ട് ടേബിളിലേക്ക് പാകിസ്ഥാൻ എത്തും. അവർക്ക് എത്താതിരിക്കാൻ പറ്റില്ല. അന്ന് ഇന്ത്യക്ക് നേടാൻ പറ്റാതിരുന്നത്, അതായത് 13,000 സൈനികരെയോ 93,000 സൈനികരെയോ 13,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമിയോ വെച്ച് അന്ന് ഇന്ത്യക്ക് നേടാൻ സാധിക്കാതിരുന്ന പലതും സിന്ധു നദീജല കരാർ വെച്ചിട്ട് തീർച്ചയായും ഇന്ത്യക്ക് നേടാൻ സാധിക്കും. 1. 2, ഇന്ത്യ ഇത്തവണ വളരെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് നേരെ വരുന്ന ഏതൊരു തീവ്രവാദി ആക്രമണവും രാജ്യത്തിന് മേൽ വരുന്ന യുദ്ധമായി പരിഗണിച്ച് തിരിച്ചടിക്കും എന്നാണ്. അതായത് ഇനിയും ഇന്ത്യയിൽ പൊട്ടുന്ന ഓരോ ബോംബിനും പാകിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിക്കും എന്ന കാര്യവും വളരെ കൃത്യമായി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതായത് 2025 ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടി. അതുമാത്രമല്ല, വർഷങ്ങളായി ഇന്ത്യ പാകിസ്ഥാന് ചെയ്തു കൊടുത്തിരുന്ന സഹായം എന്നുള്ള നിലയിൽ 80% കൂടുതൽ വെള്ളമാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത്. അത് നിർത്തലാക്കിയും അതൊരു ഇനിയൊരു നെഗോഷിയേഷന് വേണ്ടിയിട്ടുള്ള ചിപ്പാക്കി ഉപയോഗിക്കാനും ഇനി വരുന്ന ഭീകരാക്രമണത്തിനെതിരെ എന്ത് ചെയ്യും എന്ന് കൃത്യമായി ഒരു പദ്ധതി തയ്യാറാക്കാനും ഒക്കെ സാധിച്ചു. അതായത് ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും 2025 കോൺഫ്ലിക്റ്റ് വലിയൊരു വിജയമാണ് ഇന്ത്യക്ക്.